യോ ഗൈസ് വാട്സ്ആപ്പ് നമ്മളെല്ലാവരും ദിവസവും പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ഗെയിംസ് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഫ്രീ ഫയർ, BGMI, സബ്വേ സർഫേഴ്സ്, ക്യാൻഡി ക്രഷ് ഇങ്ങനെ പല ഗെയിംസും നമ്മൾ ഫ്രീ ആയി കളിക്കുന്നു. പക്ഷേ ഒരു ചോദ്യം, ഈ ഗെയിംസ് ഫ്രീ ആണെങ്കിൽ ഡെവലപ്പർമാർക്ക് പണം എവിടെ നിന്നാണ് കിട്ടുന്നത്? 10 കോടി ആളുകൾ ഗെയിം കളിച്ചാലും ഒരാൾ പോലും പണം കൊടുത്തില്ലെങ്കിൽ ഡെവലപ്പർ എങ്ങനെ കോടികൾ സമ്പാദിക്കുന്നു? ഇന്ന് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഫ്രീ ഗെയിംസ് എങ്ങനെ മണി ഏൺ ചെയ്യുന്നു, ആഡ്സ് വഴി എത്ര കിട്ടും, ഇൻ ആപ്പ് പർച്ചേസ് എന്താണ്, ഗൂഗിൾ ഡൗൺലോഡ്സിന് പണം തരുന്നുണ്ടോ, എല്ലാം സിമ്പിളായി മനസ്സിലാക്കാം. സോ ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പാർട്ട് 1 ആഡ്സ്. ഇതാണ് ഏറ്റവും കോമൺ മെത്തേഡ്. നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ സഡൻലി ഒരു ആഡ് വരുമല്ലേ? ഒരു ലെവൽ കഴിഞ്ഞാൽ വീഡിയോ ആഡ്, റിവാർഡ് ക്ലെയിം ചെയ്യാൻ ആഡ്, എക്സ്ട്രാ കോയിൻസ് വാങ്ങാൻ ആഡ്. ഇതെല്ലാം ഡെവലപ്പറിന് മണി ഉണ്ടാക്കുന്ന വഴികളാണ്. ഒരു കമ്പനി തൻ്റെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ ഗൂഗിൾ ആഡ്സിന് പണം നൽകും. അത് ശേഷം ഗൂഗിൾ ആ ആഡ്സ് ഗെയിംസിൽ കാണിക്കും. നിങ്ങൾ ആഡ് കാണുമ്പോൾ ആ റവന്യൂയിൽ ഒരു ഭാഗം ഡെവലപ്പറിന് കിട്ടും. റിവാർഡ് ആഡ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു? ഗെയിമിൽ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വാച്ച് ആഡ് ടു ഗെറ്റ് 100 കോയിൻസ് അല്ലെങ്കിൽ വാച്ച് വീഡിയോ ഫോർ എക്സ്ട്രാ ലൈഫ്. ഇത് റിവാർഡഡ് ആഡ്സ് എന്നാണ് പറയുന്നത്. പ്ലെയർ സ്വയം ആഡ് കാണാൻ ചൂസ് ചെയ്യുന്നതിനാൽ ഇതിലൂടെ ഡെവലപ്പറിന് നല്ല റവന്യൂ കിട്ടും. ആഡ്സ് വഴി എത്ര പണം കിട്ടും? ഒരു ആഡ് കണ്ടാൽ ഡെവലപ്പറിന് എത്ര കിട്ടും എന്ന് ഫിക്സ്ഡ് അല്ല. കൺട്രി, ഓഡിയൻസ്, ആഡ് ടൈപ്പ് എന്നിവയെ ആശ്രയിച്ചാണ് ഇൻകം. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ 1000 ആഡ് വ്യൂസിന് ചിലപ്പോൾ 20 മുതൽ 200 വരെ കിട്ടും. പക്ഷേ US പോലുള്ള രാജ്യങ്ങളിൽ അതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. പാർട്ട് 2 ഇൻ ആപ്പ് പർച്ചേസസ്. ഇതാണ് വലിയ ഗെയിംസിൻ്റെ മെയിൻ ഇൻകം സോഴ്സ്. ഫ്രീ ഫയർ, BGMI, ക്ലാഷ് ഓഫ് ക്ലാൻസ് പോലുള്ള ഗെയിം മെയിൻലി ഏൺ ചെയ്യുന്നത് ഇതിലൂടെയാണ്. ഗെയിം ഫ്രീ ആണെങ്കിലും അതിൽ ചില സ്പെഷ്യൽ ഐറ്റംസ് വാങ്ങാൻ റിയൽ മണി വേണം. പ്ലെയേഴ്സ് വാങ്ങുന്ന ചില കാര്യങ്ങൾ, അതായത് ക്യാരക്ടർ സ്കിൻസ്, ഗൺ സ്കിൻസ്, ഡയമണ്ട്സ്, ബാറ്റിൽ പാസ്, ഇമോട്ട്സ്, പ്രീമിയം ക്യാരക്ടേഴ്സ്, ഇതെല്ലാം പ്രീമിയം ഫീച്ചേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ഫ്രീ ഫയറിൽ ഡയമണ്ട്സ് വാങ്ങാൻ പ്ലെയേഴ്സ് റിയൽ മണി സ്പെൻഡ് ചെയ്യും. 100 രൂപ, 500 രൂപ, ചിലപ്പോൾ 1000 വരെ സ്പെൻഡ് ചെയ്യും. 10 മില്യൺ പ്ലെയേഴ്സിൽ വെറും 2% ആളുകൾ മാത്രം പർച്ചേസ് ചെയ്താലും ഡെവലപ്പറിന് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടും. പാർട്ട് 3 സബ്സ്ക്രിപ്ഷൻസ്. ചില ഗെയിംസ് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഓഫർ ചെയ്യും. ഉദാഹരണത്തിന് VIP പാസ്, മന്ത്ലി പാസ്, എലൈറ്റ് മെമ്പർഷിപ്പ്. പ്ലെയർ എവരി മന്ത് പേയ്മെൻറ്റ് ചെയ്യും. അതിലൂടെ ഡെവലപ്പറിന് റെഗുലർ ഇൻകം ലഭിക്കും. പാർട്ട് 4 സ്പോൺസർഷിപ്സ് ആൻഡ് കൊളാബ്സ്. പോപ്പുലർ ഗെയിംസ് ചിലപ്പോൾ വലിയ ബ്രാൻഡ്സിനൊപ്പം കൊളാബറേഷൻ ചെയ്യും. ഉദാഹരണത്തിന് ആനിമെ കൊളാബ്സ്, മൂവി പ്രൊമോഷൻസ്, ബ്രാൻഡ് ഇവൻറ്റ്സ്. ഇതിലൂടെ കമ്പനീസ് ഗെയിം ഡെവലപ്പേഴ്സിന് വലിയ എമൗണ്ട് പേ ചെയ്യും. പാർട്ട് 5 10 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ടെങ്കിൽ എത്ര മണി? ഇപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ഒരു ഗെയിം 10 മില്യൺ ഡൗൺലോഡ്സ് ക്രോസ്ഡ് ആണെന്ന് കരുതുക. അതായത് ഡെവലപ്പർ കോടീശ്വരനാണോ? ആൻസർ ഡിപ്പെൻസ്. കാരണം ഡൗൺലോഡ് മാത്രം ഇമ്പോർട്ടൻ്റ് അല്ല. ആക്റ്റീവ് യൂസേഴ്സ് എത്ര, ആഡ്സ് എത്ര പേർ കാണുന്നു, പർച്ചേസസ് ഉണ്ടോ, അതാണ് റവന്യൂ ഡിസൈഡ് ചെയ്യുന്നത്. ഇതിനെ ഞാൻ നിങ്ങൾക്ക് 3 സിനാരിയോസ് ആയിട്ട് പറഞ്ഞു തരാം. സിനാരിയോ 1, നോബഡി സ്പെൻഡ്സ് മണി. 10 മില്യൺ ആളുകൾ ഡൗൺലോഡ് ചെയ്തു, പക്ഷേ ആരും ആഡ്സ് കാണുന്നില്ല, ആരും പർച്ചേസ് ചെയ്യുന്നില്ല. അങ്ങനെ ആയാൽ ഡെവലപ്പറിന് ഓൾമോസ്റ്റ് റവന്യൂ ഇല്ല. ഇനി സിനാരിയോ 2, ആഡ്സ് ആക്റ്റീവ്. 10 മില്യൺ യൂസേഴ്സ് ഡെയിലി ആഡ്സ് കാണുന്നു എന്ന് കരുതൂ. അപ്പോൾ മന്ത്ലി ലാക്സ് മുതൽ ക്രോർസ് വരെ റവന്യൂ വരാം. ആൻഡ് സിനാരിയോ 3, ഇൻ ആപ്പ് പർച്ചേസ് ആക്റ്റീവ്. 10 മില്യൺ യൂസേഴ്സിൽ വെറും 1% ആളുകൾ പോലും 500 സ്പെൻഡ് ചെയ്താൽ 1,00,000 ആളുകൾ ഇൻറ്റു 500 = 5 കോടി രൂപ. ഇപ്പോൾ മനസ്സിലായോ വൈ മൊബൈൽ ഗെയിമിംഗ് ഇൻഡസ്ട്രി ഈസ് ഹ്യൂജ് എന്ന്? പാർട്ട് 6 ഗൂഗിൾ എങ്ങനെ ഏൺ ചെയ്യുന്നു? ഡെവലപ്പർ ഏൺ ചെയ്യുന്നു, പക്ഷേ ഗൂഗിളിന് എന്ത് ബെനിഫിറ്റ്? ഗൂഗിൾ പല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട്. നമ്പർ 1, പ്ലേ സ്റ്റോർ കമ്മീഷൻ. പ്ലെയേഴ്സ് ഇൻ ആപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ ഗൂഗിൾ ഒരു പെർസെൻറ്റേജ് കമ്മീഷൻ എടുക്കും. നിങ്ങൾ ഗെയിമിൽ ഡയമണ്ട്സ് വാങ്ങിയാൽ ആ പേയ്മെൻറ്റിൽ ഒരു ഭാഗം ഗൂഗിളിന് പോകും. സെക്കൻഡ്, ആഡ്സ് റവന്യൂ ഷെയർ. ആഡ്സ് റൺ ചെയ്യുമ്പോഴും ഗൂഗിളിന് റവന്യൂ കിട്ടും. കാരണം മോസ്റ്റ് ഗെയിംസ് ഗൂഗിൾ ആഡ് മോബ് പോലുള്ള പ്ലാറ്റ്ഫോംസിലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനൽ പാർട്ട്, ഗൂഗിൾ ഡൗൺലോഡ്സിന് മണി തരുന്നുണ്ടോ? ഇപ്പോൾ ഏറ്റവും വലിയ ഡൗട്ട് ക്ലിയർ ചെയ്യാം. പലർക്കും തോന്നുന്നത് 1 മില്യൺ ഡൗൺലോഡ്സ് ആയാൽ ഗൂഗിൾ ഡെവലപ്പറിന് മണി നൽകുമെന്നാണ്. പക്ഷേ സത്യം എന്താണെന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഒരു ഡൗൺലോഡിന് പോലും പണം തരുന്നില്ല. 100 ഡൗൺലോഡ്സ് ആയാലും 10 മില്യൺ ഡൗൺലോഡ്സ് ആയാലും ഡൗൺലോഡ് മാത്രം കൊണ്ട് ഇൻകം ഇല്ല. പ്ലേ സ്റ്റോർ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. റിയൽ ഇൻകം വരുന്നത് ആഡ്സ്,
ഇൻ ആപ്പ് പർച്ചേസസ്, സബ്സ്ക്രിപ്ഷൻസ്, സ്പോൺസർഷിപ്സ് ഇവയിലൂടെയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് മനസ്സിലായി കാണും ഫ്രീ ഗെയിംസ് എങ്ങനെ കോടികൾ സമ്പാദിക്കുന്നുവെന്ന്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആൻഡ് ഗെയിമിംഗ് ഫാക്ട്സ്, ടെക് വീഡിയോസ്, മൊബൈൽ ഗെയിമിംഗ് കണ്ടന്റ് എന്നിവയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളൊരു മൊബൈൽ ഗെയിം പ്ലെയർ ആണെങ്കിൽ എന്തായാലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.